ഹലോ എല്ലാവർക്കും ഓഫീസ് മലയാളം അക്കാദമിയുടെ പുതിയ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ ലോഗോയോ കമ്പനിയുടെ ലോഗോയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോഷോപ്പിലാണ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവലൊക്കെ ചെയ്യുന്നത്. അതില്ലാതെ തന്നെ ഒരു പ്രസൻറ്റേഷനിൽ എങ്ങനെ നമുക്കൊരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിടാം എന്നുള്ളതാണ്. പവർ പോയിന്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഞാനിപ്പോൾ രണ്ടാമത്തെ പിക്ചർ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സ്ലൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡിസൈൻ ഐഡിയാസിൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബിലേക്ക് വന്ന് നിൽക്കുന്നത് കാണാം റിബണിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒരുവിധപ്പെട്ട പുതിയ എല്ലാ പവർ പോയിന്റിലും ഇപ്പോൾ ലഭ്യമാണ്. പഴയ പവർ പോയിന്റുകളിൽ ഇത് കാണാൻ സാധ്യത കുറവാണ്, പക്ഷെ പുതിയ ഓഫീസ് 360ലും പഴയ 2019 ഉണ്ട്. അപ്പോൾ ഇതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബട്ടൺ ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു വയലറ്റ് കളറിലാണ് എല്ലാം. കുറേ ഭാഗങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വയലറ്റ് കളറിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ആക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ക്ഷമിക്കാം, ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ചില മുടിയുടെ ഭാഗങ്ങളിലൊന്നും കൃത്യമായിട്ടല്ല ഇത് സെലക്റ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗം സെലക്റ്റഡ് ആയിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. അതുപോലെ തന്നെ പിന്നീടിരിക്കുന്ന ആ സ്ത്രീയുടെ ഒരു ഭാഗവും ഇതിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഡ്രസ്സും കിട്ടിയിട്ടില്ല ഫുള്ളായിട്ട്. അപ്പം നമുക്കിത് ഇതെങ്ങനെ ഇനി പെർഫെക്റ്റ് ആക്കി എടുക്കാം എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകൾ കൂടെ നന്നാക്കി എടുക്കാൻ പറ്റുന്ന, നന്നായി ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയ ബാക്ക്ഗ്രൗണ്ട് റിമൂവലിൻ്റെ സബ് ഓപ്ഷൻസ് ആയിട്ട് മാർക്ക് ഏരിയാസ് ടു കീപ്പ്, മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പെൻസിൽ പ്ലസ് സൈനും പെൻസിൽ മൈനസ് സൈനും കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലിപ്പോൾ ആദ്യം നമുക്ക് ഇനി ഉൾപ്പെടുത്താവുന്ന ഭാഗങ്ങളെ പറ്റിയിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ മാർക്ക് ഏരിയാസ് ടു കീപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഒരു പെൻസിലിൻ്റെ ഐക്കണാണ്, മൗസ് പോയിന്ററാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ഭാഗങ്ങൾ നമുക്ക് അത്ര പ്രിസിഷനിലൊന്നും ചെയ്യണമെന്നില്ല, വളരെ കൃത്യമായിട്ടൊന്നും ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ മാജിക് ബാൻഡ് ഒക്കെ ഫോട്ടോഷോപ്പിലും ഉണ്ട്, അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. വളരെ പ്രിസൈസ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഒത്തിരി വേഗമായിട്ട് കൊടുത്താലും കൃത്യമായിട്ടൊക്കെ തന്നെ വരുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്, നമുക്ക് ആവശ്യമുള്ളത് ഇത് ഈ ഏരിയകൾ കൂടി നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിത് ഇവിടെ സെലക്ട് ചെയ്തു. ഞാനിങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. സോറി, സെലക്ഷൻ അത്ര നന്നായിട്ടില്ല, എന്നിരുന്നാൽ കൂടി നമ്മൾ ഓക്കെ പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി ഭാഗം സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കൂടി സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഉദ്ദേശിച്ച ഭാഗങ്ങൾ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര നല്ല രീതിയിലൊന്നും അല്ല സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അവസാനത്തെ സെലക്ഷൻ നടത്തിയപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൂടുതൽ എക്സ്ട്രാ വന്നു. അപ്പോൾ തൽക്കാലം ഞാൻ അവിടെ വിടുകയാണ്. നമുക്കത് തിരിച്ചു വരാം, കാരണം ഇവിടെ മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ തലയുടെ ഭാഗം കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി തലയുടെ ഭാഗം കിട്ടാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ആ ഒരു സ്റ്റെപ്പോട് കൂടി തലയുടെ ഭാഗം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടാത്ത ചില ഏരിയാസ് കാണിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മാർക്ക് ഏരിയാസ് ടു റിമൂവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം ആ ഭാഗം ആവശ്യമില്ലാതെ കറക്റ്റായിട്ട് അവിടെ ക്രോപ്പായി. ഇനി വേണ്ടത് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ ഭാഗങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ കുറച്ചൊരു ഭാഗം കയറി നിൽക്കുന്നുണ്ട്, കുറച്ചൊന്ന് ഇതായി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്.
അതുപോലെ തന്നെ ഇനി ഈ ഏരിയ നമുക്ക് ആവശ്യമില്ല, അപ്പം അത് പോയിരിക്കുകയാണ്. ഇനി ഇവിടെയുള്ളത് ഇതുപോലെ തന്നെ നമുക്കിതുപോലെ വളരെ കൃത്യമായിട്ടൊന്നും കൊടുക്കണമെന്നില്ല, ഒരു വെയ്ഗായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പോകുന്നുമുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരുവിധം ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ടായി പോയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കീപ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രിവ്യൂ മോഡിൽ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ കീപ് ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടാലും അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഗുണം. അപ്പം അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പലർക്കും പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തരം ആവശ്യങ്ങൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. മനോഹരമായ പ്രസൻറ്റേഷൻസുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് പിക്ചറുകളൊക്കെ വെബിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളും കൂടി ഉപയോഗപ്പെടുത്തിയാൽ നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഇത്തരം ഇനിയും ഷോർട്ട് വീഡിയോസുമായി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.